വെൽക്കം ബാക്ക് ടു പാറസ് പ്ലാനറ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. ഇന്ന് റെസിപ്പിയും വ്ലോഗും ഒക്കെ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മുല്ലപ്പൂമാലയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മുല്ലപ്പൂമാല തയ്യാറാക്കിയത് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ ഇത് ഞാൻ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മാല റെഡിയാക്കി എടുത്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പ്രീമിയറിൻ്റെ സോഫ്റ്റ് ഫേസ് ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു സിസേഴ്സ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ്. പിന്നെ വേണ്ടത് നൂലാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഫ്ലവർ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ടിഷ്യൂവിനകത്തുനിന്ന് ഒരു ടിഷ്യൂ എടുക്കുകയാണ്. ഒരു ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 2 എണ്ണം ഉണ്ടാവും. എന്നിട്ട് ഇതിനെ നമുക്ക് കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ ചെറിയൊരു ഫോൾഡ് ഉണ്ട്, നമുക്ക് ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്യാം. അത് കറക്റ്റായിട്ടല്ല, അതുകൊണ്ട് നമുക്കതൊന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പ്രാവശ്യം കൂടി ഫോൾഡ് ചെയ്യണം. ഇങ്ങനെയാണ് ഞാൻ ഫോൾഡ് ചെയ്യാൻ പോകുന്നത്. ഫോൾഡ് ചെയ്തു, വീണ്ടും ഇങ്ങനെ ഫോൾഡ് ചെയ്തു. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ ഒന്നും കൂടി ഫോൾഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി കട്ട് ചെയ്യണം. കട്ട് ചെയ്തല്ലോ. ഇനി നമുക്കിത് 2 സെറ്റാക്കി മാറ്റി വയ്ക്കാം. ഇതൊരു സെറ്റും കൂടെ മാറ്റി വയ്ക്കാം. ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്യാണ്. ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്തു, വീണ്ടും ഒന്നും കൂടി ഫോൾഡ് ചെയ്തു. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ സൈഡ് ഇങ്ങനെ റൗണ്ടിലൊന്ന് പേപ്പർ ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. നമ്മൾ കത്രിക പിടിച്ചേക്കുന്നിടത്തൂടെ പേപ്പർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഈ സൈഡും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പേപ്പർ ഇങ്ങനെ ഒന്ന് തിരിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഷേപ്പ് ആയില്ലെങ്കിൽ ഒരു തവണയും കൂടി ഒന്ന് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് അൺഫോൾഡ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇതേപോലത്തെ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മളിനിയും സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഇങ്ങനെ വന്നിട്ടുള്ളതിനെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഈ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിച്ച് നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റും. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ബാക്കി ഇതിൻ്റെ ഹാഫ് അവിടെ ഇരിപ്പുണ്ട്. ഇത് ഇതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ കളർ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ജസ്റ്റ് ഒരു 2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. 2 ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇതാണ്ടോ, ഒരു ലൈറ്റ് കളറാണ്. ഇനി ഇതിൽ നിന്നൊരു ടിഷ്യൂ പേപ്പർ എടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട്. നമ്മുടെ 2 കൈ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ ഈ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കളറില്ലേ, അതിലൊന്ന് ടച്ച് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി കേട്ടോ. അത് ഒരുപാട് കളറാവുമല്ലോ. എന്നിട്ട് ആ കൈ കൊണ്ട് തന്നെ നമ്മളിതൊന്ന് ഇങ്ങനെ ഒന്ന് തിരിച്ച് കൊടുക്കുക. കണ്ടോ,
അപ്പോൾ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. അതേപോലെ വേറൊരെണ്ണം എടുത്തു, ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തു. ഈ കളറിലൊന്ന് ടച്ച് ചെയ്തു. റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തെടുത്തു. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് ഫുള്ള് ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഈ കളറും വെള്ളവും കൂടെ ഉള്ള ഈ ഒരു മിക്സിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ ആ ഒരു ഷേപ്പ് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇങ്ങനെ എടുക്കുമ്പോൾ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. കാരണം കട്ടി ഉണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ഇങ്ങനെ സെൻറ്റർ ഇങ്ങനെ ചുരുണ്ട് വരത്തില്ല. അപ്പോൾ അത് രണ്ടെണ്ണമാണെന്ന് തോന്നുകയാണെങ്കിൽ അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിപ്പോൾ രണ്ടെണ്ണം ഉണ്ട്. ഉണ്ടോ? ഇങ്ങനെ നൈസായിട്ടുള്ളതാണെങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതാ നമ്മൾ പൂവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കെട്ടിയിട്ട് നോക്കാം. കെട്ടാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് നൂലില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഈ ഒരു രീതിയിലാണ് കെട്ടുന്നത്. പലരും പല രീതിയിലാണ്. അപ്പോൾ ഞാനെങ്ങനെയാണ് കെട്ടുന്നതെന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റിലെ ഒരു പൂവ് എടുക്കുക, ഒരു പൂവ് കൂടി എടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു റൗണ്ട് ഉണ്ടാക്കുക. ആ റൗണ്ടിൻ്റെ ഉള്ളിലൂടെ പൂ ഇട്ട് കൊടുക്കുക. വീണ്ടും അതേപോലെ ഒരു റൗണ്ട് ഉണ്ടാക്കുക. ആ പൂവിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വലിച്ചു കൊടുക്കുക. കണ്ടോ? ഈ ഒരു രീതിയിലാണ് ഞാൻ കെട്ടുന്നത്. കാണാൻ പറ്റുന്നില്ല? ഒന്നുകൂടി കാണിച്ചു തരാം. ഒരു പൂ എടുത്തു, ഒരു പൂവും കൂടി എടുത്തു. 2 പൂ എടുത്തിട്ടുണ്ട്. ഈ 2 പൂവും അടുപ്പിച്ച് വെച്ചതിന് ശേഷം ഈ നൂല് കണ്ടോ, ഈ നൂല് ഇങ്ങനെ ഒരു റൗണ്ട് ഉണ്ടാക്കി, ഇങ്ങനെ ഒരു റൗണ്ട് ഉണ്ടാക്കി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വലിക്കുക. അതൊന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു റൗണ്ട് ഉണ്ടാക്കുക. മുമ്പ് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഒരു റൗണ്ട് ഉണ്ടാക്കുക. അത് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വലിച്ച് ടൈറ്റ് ചെയ്തെടുക്കുക. ആദ്യം കെട്ടിയതിൻ്റെ അടുത്തേക്ക് നീക്കി കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് ഞാൻ കെട്ടുന്നത്. അപ്പോൾ നമ്മൾ പൂ മൊത്തം കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2 മുഴത്തിൽ കൂടുതൽ പൂവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ സീരിയലൊക്കെ കാണുന്നവരാണെങ്കിൽ സീരിയൽ കാണുമ്പോൾ അല്ലെങ്കിൽ മൂവി കാണുമ്പോഴും ഒക്കെ നമുക്ക് ഇതേപോലെ ഇരുന്ന് കെട്ടി നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. ആ മൂവി തീരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇതുപോലെ അടിപൊളി മുല്ലപ്പൂമാല റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ ഓണ സീസണൊക്കെ ആകുമ്പോൾ എന്തായാലും മുല്ലപ്പൂവിന് നല്ല വില ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെയൊന്ന് നമ്മൾ ഒരു പ്രാവശ്യം കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീടുള്ള ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് തലയിൽ വെക്കാനും അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒക്കെ ഒന്ന് നമുക്ക് തലയിൽ വെക്കാനും ഒക്കെ മുല്ലപ്പൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഈ പൂ തന്നെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. അപ്പോൾ ചിലർ ചോദിക്കും ഫ്രഷ് ആണോ എന്ന്. ഫ്രഷ് അല്ലല്ലോ, ഒരിക്കലും മുല്ലപ്പൂവിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് ഇതിനുണ്ടാവില്ല. പക്ഷേങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ മുല്ലപ്പൂ ഉണ്ടാക്കുന്നത്. ഇതേപോലെ തന്നെ ഞാൻ 2 വർഷത്തിന് മുമ്പ്, അതായത് കഴിഞ്ഞതിന് മുമ്പത്തെ ഓണത്തിന് തയ്യാറാക്കിയിട്ടുള്ള ഒരു മുല്ല മൊട്ടുമാലയാണിത്. എപ്പോഴും കണ്ടില്ലേ, ഇതിന് ഒരു കുഴപ്പമില്ല. 2 വർഷമായിട്ട് ഇതിന് ഒരു കുഴപ്പമില്ല. ഇപ്പോഴും ഞാനിത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഐ ബട്ടണിൽ കൊടുക്കാം, അല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതിന് ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ കഴിഞ്ഞതിന് മുമ്പത്തെ ഓണത്തിന് ഞാൻ തയ്യാറാക്കിയതാണ്. ഇത് മുല്ല മൊട്ടാണ്. ഇത് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇതും ഇത്തവണ പൂവും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഓണം നന്നായിട്ട് അടിച്ചു പൊളിക്കുക. ഇപ്പോൾ 2 വർഷമായിട്ട് കൊറോണയൊക്കെ ആയതുകൊണ്ട് തന്നെ ഓണമൊന്നും നന്നായിട്ട് ആഘോഷിക്കാൻ ആർക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണത്തെ ഓണം എല്ലാവരും അടിച്ചു പൊളിക്കുക. എല്ലാവർക്കും പാറൂസ് പ്ലാനറ്റിൻ്റെ ഓണാശംസകൾ.